നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കൊട്ടാരക്കര പനംവേലി MC റോഡിൽ ഇന്ന് പുലർച്ചെ 5 മണിക്ക് ടാങ്കർ ലോറി മറിഞ്ഞുണ്ടായ അപകടത്തെ തുടർന്ന് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. വെട്ടിക്കവലയിൽ നിന്നും വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ട് സദാനന്ദപുരത്ത് കയറുന്ന രീതിയിലാണ് ഗതാഗതം പുനഃക്രമീകരിച്ചിരുന്നത്. ഇപ്പോൾ പഴയതുപോലെ ഗതാഗതം ആരംഭിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസുകാരും നാട്ടുകാരും. ഇവിടെ നിന്നും ജനങ്ങളെ മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അഞ്ചുമണിയോടുകൂടി 5:05 ഉണ്ടായ ഒരു ദാരുണമായ വളരെ വലിയൊരു അത്യാഹിത ഒഴിവായൊരു സംഭവമാണ്. ഇതിൽ ഫയർ ഓഫീസർ ഉൾപ്പെടെയുള്ളവർ, ഇതിൻ്റെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ടീം, റവന്യൂ, തഹസിൽദാർ ഉൾപ്പെടെയുള്ള എല്ലാ ടീമുകളും, പോലീസിൻ്റെ ഭാഗത്തു നിന്ന് പ്രധാനപ്പെട്ട SP ഉൾപ്പെടെ കൃത്യമായിട്ട് എല്ലാ പ്രവർത്തനങ്ങളും ഇതുവരെ ഇത് കഴിഞ്ഞിട്ടില്ല. ഇതിൻ്റെ റെസ്ക്യൂ ഓപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയൊരു ദുരന്തം എന്തായാലും ഒഴിവായി എന്ന് ഇതുവരെ ഉള്ള കാര്യങ്ങളിൽ നിന്നും മനസ്സിലാവുന്നത്. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. റെസ്ക്യൂ ഓപ്പറേഷൻസ് കൂടുതലായിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതെല്ലാം ഗ്യാസെല്ലാം ഇവാക്യുവേറ്റ് ചെയ്ത് മൊത്തം മാറ്റേണ്ട ആവശ്യമുണ്ട്. അതെല്ലാം ഇപ്പം അതിൻ്റെ പ്രോസസ്സ്, അതിൻ്റെ അതോറിറ്റീസ് എല്ലാം വളരെ ഭയങ്കര എഫർട്ട് എടുത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇതിനുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. വേറൊന്നുമില്ല. എല്ലാവരും ഒത്തൊരുമയോടുകൂടിയുള്ള നല്ല പ്രവർത്തനം, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള എല്ലാവരും അത്ര നല്ല ഒരു പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കും.